പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരികളെ, മനുഷ്യൻ ആത്മീയ ചിന്തയിൽ അധിഷ്ഠിതമായ അറിവ് ഉണ്ടെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മാത്രമേ മനുഷ്യൻ സമാധാനിയാവുകയുള്ളൂ. ഇവിടെ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഭീകര ശബ്ദം, ഭീകരന്മാർ 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 എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ മാത്രം ഭീകരന്മാരാക്കി ചിത്രീകരിക്കാൻ ഒരു കൂട്ടര്, വേറൊരു കൂട്ടർ നിഷ്പക്ഷമായി ഭീകരത എല്ലാ മതത്തിലും ഉണ്ടാവാം, മതസ്ഥരിലും ഉണ്ടാകാം, മതത്തിലില്ല, മതസ്ഥരിൽപ്പെട്ട ചിലരും ഉണ്ടാവാം. എന്നാൽ ഈ ഭീകരത നിർമ്മാർജ്ജനം ചെയ്യാൻ പലരും പ്രസംഗിക്കുന്നത് കേട്ടു, ലേഖനം എഴുതിയത് കണ്ടു. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടാണ്. ഇത് ഒരിക്കലും ശരിയല്ല. പറയാൻ എനിക്ക് മടിയുണ്ട്, എന്നാലും പറയട്ടെ. ഇന്ത്യ രാജ്യത്ത് വെച്ച് നടന്ന ഏറ്റവും വലിയ ഭീകരത ഏതാ? ഭാരതപിതാവെന്നറിയപ്പെടുന്ന ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. ഇതാണ് ഭീകരത. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായ 2 വ്യക്തികളെ വെടിവെച്ചും ഉണ്ടവെച്ചും കൊന്നു. ഇതാണ് ഭീകരത അല്ലേ? ഇതിനേക്കാൾ വലിയ ഭീകരത ഏതാ ഇന്ത്യ രാജ്യത്തുണ്ടായത്? ഈ ഭീകരത നടത്തിയ ആളുകളിൽ വലിയ വലിയ PhD-ക്കാരും വലിയ അഭ്യസ്ത വിദ്യരും ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പത്രം വായിച്ചപ്പോൾ നമുക്ക് തിരിഞ്ഞില്ലേ? അപ്പൊ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, ഒരു കാര്യം കൂടി അത് കൂട്ടിച്ചേർക്കണം. ധാർമ്മിക ബോധമുള്ള വിദ്യാഭ്യാസം അതില്ലാത്തത് കൊണ്ടാണ്. ഹുഖൂഖുൽ ഇൻസാൻ, ഹുഖൂഖുൽ ബശർ. അതാ ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരോടൊക്കെ നിങ്ങൾ ചോദിക്കും. ജാതി മതങ്ങൾക്ക് വ്യത്യാസമായ നിലക്ക് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, അവർ തമ്മിലുള്ള ഹക്കുകൾ, വിടേണ്ടുന്ന നിയമങ്ങൾ ഇസ്ലാം മതത്തിലുണ്ട്. ഇതൊക്കെ പഠിച്ച് ആത്മീയതയോടുകൂടെ ധാർമ്മിക ബോധത്തോടു കൂടെയുള്ള വിദ്യാഭ്യാസം എവിടെയുണ്ടോ അവിടെ സമാധാനമുണ്ട്. അല്ലാത്ത വെറും ഭൗതികമായ വിദ്യ മാത്രം നേടിയതുകൊണ്ട് അവന് സമാധാനമുണ്ടാവുകയില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മർക്കസ് തഖാഫത്തി സുന്നിയ മത ഭൗതിക 114 സഖാഫികൾ മർക്കസിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷെ 4 എണ്ണം അതിൽ പേടായിപ്പോയി. അറിയാതിരിക്കാൻ നിവൃത്തില്ല, അങ്ങനെ 4 എണ്ണം പേടായിപ്പോയി. ആ പേട് ചെന്നിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഇതാണോ സഖാഫി എന്ന് ചോദിച്ചുകൂടാന്ന് വെച്ചിട്ടാണ് ഞാനങ്ങനെ പറയുന്നത്. അത് പറയേണ്ടി വന്നത് കൊണ്ടാണ്. അത് സാധാരണ തേങ്ങ ഉണ്ടായാലും അതിലൊരു പേടുണ്ടാവും, അടക്കയിൽ പേടുണ്ടാവും, നെല്ലിൽ പേടുണ്ടാവും. അത് സാരല്ല. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്തും തൗഫീഖും പ്രദാനം ചെയ്യട്ടെ. അതിനു പുറമെ മർക്കസിൽ ബിരുദാനന്തര റിസർച്ച് കോഴ്സ് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. ആ കോഴ്സിൽ 853 സഖാഫികൾ, കാമിൽ സഖാഫികൾ പഠിച്ച് പുറത്തിറങ്ങി. അതിൽ ഒരാളും പേടായി പോയിട്ടുണ്ട്. റിസർച്ച് കോഴ്സ്. ഞാൻ അഹങ്കാരം പറയല്ല, കിബിർ പറയല്ല. ആ റിസർച്ച് കോഴ്സിൽ റമദാൻ കഴിഞ്ഞ ഉടനെ കോളേജ് തുടങ്ങി അന്ന് ഫാത്തിഹ ഞാൻ ഓതിക്കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഇയ്യാക നഅ്ബുദുവിന്റെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. ഇയ്യാക നഅ്ബുദുവിന്റെ ബഹ്സ് ഇനിയൊരു മാസം ബാക്കിയുണ്ട്. ആരാണ്? ഏറ്റവും അറിവ് കുറഞ്ഞ ചെറിയ അറിവുകാരനായ ഞാന്. അങ്ങനെ ഫാത്തിഹ സൂറത്ത് മാത്രം ഈ റിസർച്ച് കോഴ്സിൽ പഠിപ്പിക്കാൻ 6 മാസം എടുക്കും. അതാണ് പണ്ഡിതന്മാരെ വാർത്തെടുക്കണം, പണ്ഡിതന്മാരുണ്ടാവണം.
ഖുർആൻ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ പോരാ, ഖുർആൻ ശരിക്കും പഠിച്ചിട്ട് മനസ്സിലാക്കി പറയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 1448 യതീം കുട്ടികൾ മർക്കസിൽ നിന്ന് പഠിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് ഹിഫ്ള്, ITC, ഹൈസ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് എല്ലാം കൂടി 36,000 വിദ്യാർത്ഥികളെ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് പുറത്തിറക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മർക്കസ് പഠനം മാത്രമല്ല, മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളും പടച്ച റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. കേരളത്തിലും കേരളത്തിന്റെ പുറത്തും 1000ഓളം കിണറുകൾ മർക്കസിന്റെ വകയായി കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമില്ലാത്തവർക്ക് മുസ്ലിമില്ല, മുസ്ലിമും ഹിന്ദും ക്രിസ്ത്യാനും എല്ലാവരും വന്ന് കുടിക്കും. ഇപ്പം ബാലുശ്ശേരി അടുത്ത് ഒരു മഹല്ല് നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. ഒരു മഹല്ലല്ല, ഒരു വലിയ പ്രദേശം. 10ഓ 15ഓ കിണർ കുത്തി അവര്, ഒറ്റ കിണറ്റിനും വെള്ളമല്ല. ഞങ്ങൾ പോയി നോക്കി, ഒരു കിണറങ്ങോട്ട് കുഴിച്ച്. സുബ്ഹാനല്ലാഹ്, അതിലുള്ള വെള്ളത്തിന് ഒരു കണക്കുമില്ല. അപ്പോ ഞാൻ തന്നെ ഉദ്ഘാടനത്തിന് പോകണമെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ പോയി നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആള്, മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ഹരിജനങ്ങളും എല്ലാവരും. കാരണം അവിടെ ഒരു 10-100 വീട്ടുകാർക്ക് കുടിക്കാൻ ഈ ഒരൊറ്റ കിണറിലെ വെള്ളമേ ഉള്ളൂ, ഒറ്റ. ആ നിരക്ക് ഞങ്ങൾ 1000ഓളം കിണറുകൾ മർക്കസിന്റെ വകയായി കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1700ഓളം പള്ളികൾ ഇന്ത്യ രാജ്യത്ത് നിർമ്മിക്കാൻ മർക്കസിന് സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പുറമെ 1000-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ മർക്കസിൽ തന്നെ പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാവില്ല. ഡൽഹി അടുത്ത ഹരിയാന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒന്ന് നിങ്ങൾ പോയി നോക്കിയാൽ, പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഞാൻ പോയി, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി വന്നുപോയി. കാരണം അവരെ വീട് എങ്ങനെയാണെന്നറിയോ? 4 കൊമ്പ്, മരത്തിൻ്റെ കൊമ്പ് കൊണ്ട് കുത്തിയിട്ട് എടുത്തിട്ട് കുത്തി വെച്ചിട്ട് പ്ലാസ്റ്റിക് ആ 4 കാൽമരിങ്ങനെ കെട്ടി, അത് പറന്നു പോകാതിരിക്കാൻ വേണ്ടി 2 തരക്കലും കല്ല് കെട്ടിയ ചൂടി മേലിട്ടു. അതിൻ്റെ ചുവട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ വീട്, ആസ്പെറ്റൂസിന്റെ വീട്, ചാക്കുകൾ കൊണ്ട് മറച്ച വീട്, ഇതിലൊക്കെ താമസിക്കുന്ന ജനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് സഹോദരങ്ങളെ. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ കുട്ടികളെ കുറെ നമുക്ക് അയച്ചു തരണോ. അങ്ങനെ ആ ഹരിയാനയിൽ നിന്ന് 250ഓളം കുട്ടികൾ വന്ന്, മർക്കസിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ചവിടെ വെച്ച് ബാക്കി കൊയിലാണ്ടിയിൽ മർക്കസിന്റെ തന്നെ സ്ഥാപനമുണ്ട്, അവിടെ കൊണ്ടുപോയി കുറച്ച് കുറ്റ്യാടിയിലേക്ക് കൊടുത്തു. അങ്ങനെ ആ കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നു. കാശ്മീരിന്റെ കഥ പറഞ്ഞാൽ അവിടെ എന്നും വെടിയൊച്ചകളാണ്, അവിടെ എന്നും ബഹളങ്ങളാണ്. 8 കിലോമീറ്റർ ദൂരം ഞാൻ കാറിലോടുമ്പോ 10-12 സ്ഥലത്ത് പോലീസുകാർ പരിശോധിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭയമാണ്. അതുകൊണ്ട് തന്നെ കാശ്മീരിലെ മുഖ്യമന്ത്രി നേരിട്ട് എന്നോട് പറഞ്ഞു, മർക്കസിന്റെ വിവരം കേട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കണം, കാശ്മീർ കുട്ടികളെ. ഞാൻ പറഞ്ഞു, കാശ്മീർ ഇന്ത്യയിൽപ്പെട്ട സ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങൾ ഔദ്യോഗികമായി തരുന്ന പക്ഷം ഞാൻ കൊണ്ടുപോകും. അങ്ങനെ 350ഓളം കുട്ടികളെ മുഖ്യമന്ത്രി നേരിട്ട് 1-2 ആളെ കൂടെ അയച്ച് ഇവിടെ ചേർത്തിപ്പോയി. എന്നാൽ നമ്മുടെ സ്ഥാപനം പൊളിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ, കുട്ടികൾ ഭീകരവാദികളാണെന്ന് പറയുന്നവർ, ഇവരൊക്കെ പത്രക്കാരെയും കൊണ്ടുവന്നു, ചാനലുകാരെ കൊണ്ടുവന്നു. അവരൊക്കെ ചോദ്യം ചെയ്തു കുട്ടികളോട്. കുട്ടികൾ പറയുന്നു, ഞങ്ങൾക്ക് സുഖമായി പഠിക്കാൻ കഴിയുന്നു,
CBSE അംഗീകരിച്ച ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞങ്ങൾ സുഖമായി പഠിക്കുന്നു. ഞങ്ങൾ സുന്നി വിദ്യാഭ്യാസ ബോർഡ് അംഗീകരിച്ച മദ്രസയിൽ സുഖമായി പഠിക്കുന്നു. അങ്ങനെ മതഭൗതിക വിദ്യാഭ്യാസം ഞങ്ങൾ വളരെ സമാധാനത്തോടുകൂടി പഠിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ വളരെ സുഖമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ ഞങ്ങൾക്ക് ഉറങ്ങേണ്ട സമയം സുഖമായി ഉറങ്ങാൻ കഴിയും എന്ന് ആ കുട്ടികൾ പത്രക്കാരോട് നേരിട്ട് പറഞ്ഞത് അവരെഴുതിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള അനാഥ അഗതി കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. 1000 യതീം മക്കൾ ഇപ്പോൾ അവിടെ ഉണ്ട്. നോക്കാൻ കഴിയില്ല. സ്വന്തം കുളിക്കാനും സ്വന്തം ഭക്ഷണം കഴിക്കാനും പ്രായമെത്തിയാൽ ഇങ്ങോട്ട് കൊണ്ടുവരും. അതുവരെ വീട്ടിൽ വെച്ച് വളർത്തും. അവിടെ